ते नमः। जननीं शारदां देवी रामकृष्णं जगद्गुरुं पादपद्मे तयो श्रित्वा प्रणमामि मुहुर्मुहुः। नमः श्रीयतिराजाय विवेकानन्द सूरये सच्चित्सुख स्वरूपाय स्वामिने तापहरणे। സർവരും സന്തുഷ്ടരാകട്ടെ, സർവരും ശാന്തരാകട്ടെ, സർവരും ആനന്ദമനുഭവിക്കട്ടെ എന്ന അമൃത പ്രാർത്ഥനയോടെ പുറനാട്ടുകരയിലെ ശ്രീ ശാരദാ മഠവും വിദ്യാലയവും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വിശ്വമാതൃകയായി കാലചേതനയ്ക്കൊപ്പം വളർന്ന് ഏവർക്കും സ്വാഗതം അരുളിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു. ഏകദേശം ഒരു നൂറ്റാണ്ടോളമായി പുറനാട്ടുകര ഗ്രാമത്തിന് അനുഗ്രഹവും ആശ്രയവും ആത്മപ്രകാശവുമായി നിലകൊള്ളുന്ന ശ്രീരാമകൃഷ്ണ മഠവും ശ്രീ ശാരദാ മന്ദിരവും ഇന്ന് വിഖ്യാതമായ മഹാപ്രസ്ഥാനങ്ങളായി തലയുയർത്തി നിൽക്കുന്നു. ഈ മഹാപ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് കാരണഭൂതരായിട്ടുള്ള ത്യാഗികളുടെയും സുമനസ്സുകളുടെയും പഴയ തലമുറയിലെ ജീവിച്ചിരിക്കുന്ന ഉജ്ജ്വല വ്യക്തിത്വമാണ് പ്രവ്രാജിക വിമലപ്രാണ മാതാജി. കൊച്ചു മാതാജി എന്ന് എല്ലാവരും സ്നേഹാദരങ്ങളോടെ വിളിക്കുന്ന ധന്യാത്മാവ്. പരമകാരുണ്യം വർഷിച്ചുകൊണ്ട് ലോകഗുരുനാഥരായി വാഴുന്ന അവതാരവരിഷ്ഠനായ ഭഗവാൻ ശ്രീരാമകൃഷ്ണ ദേവന്റെയും ജഗജ്ജനനി ശ്രീ ശാരദാദേവിയുടെയും നിത്യയൗവനത്തിന്റെ വിശ്വപ്രതീകമായ സ്വാമി വിവേകാനന്ദ മഹാരാജിന്റെയും പാദപത്മങ്ങളിൽ സവിനയം സമർപ്പിക്കപ്പെട്ട പുണ്യജീവിതത്തെ നമുക്ക് പ്രവ്രാജിക വിമലപ്രാണ മാതാജി എന്ന് പ്രണാമങ്ങളോടെ വിളിക്കാം. ഇത് വിമലപ്രാണ, അജയപ്രാണ, മേഷപ്രാണാജി, ധീരപ്രാണാജി, വിജയപ്രാണ. ശാരദാ മന്ദിരം. ഇന്ന് നാം കാണുന്ന ശ്രീ ശാരദാ മന്ദിരത്തിന്റെയും വിദ്യാലയത്തിന്റെയും സർവതോന്മുഖമായ വളർച്ചയ്ക്കും കാലികമായ വികസനത്തിനും ആധാരശിലയായവർ ഭൂമിക്ക് പഞ്ചഭൂതങ്ങൾ എന്നതുപോലെ മഠത്തിനും വിദ്യാലയത്തിനും ജീവനാഡിയായി വർത്തിച്ചവർ പഞ്ചമാതാക്കൾ. പ്രവ്രാജിക വിമലപ്രാണ മാതാജി, അജയപ്രാണ മാതാജി, മേധാപ്രാണ മാതാജി, ധീരപ്രാണ മാതാജി, വിജയപ്രാണ മാതാജി. അവരിൽ താൻ മാത്രം ബാക്കിയായെന്ന് മാതാജിയുടെ മൗനം. മറ്റു 4 പേരുടെയും സംഭാവനകൾ പരിഗണിക്കുമ്പോൾ താൻ ഒന്നുമല്ലെന്ന് വിനയാന്വിതയായി മാതാജി. പുരാതന ദ്രാവിഡ സംസ്കാരത്തിൻ്റെ മനസ്സും മണ്ണും മണവുമുള്ള തൃശ്ശൂർ ജില്ലയിലെ വിലങ്ങൻ കുന്നിൻ്റെ താഴ്വാരമായ പുറനാട്ടുകര ദേശം പൂർണ്ണമായും ഒരു കാർഷിക ഗ്രാമമായിരുന്നു. എങ്കിലും അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും ഉച്ചനീചത്വവും ആ ഗ്രാമീണ ജീവിതത്തെ ദുരിതപൂർണമാക്കിയിരുന്നു. ദാരിദ്ര്യവും നിരക്ഷരതയുമാണ് ജനങ്ങളുടെ ശോചനീയ അവസ്ഥയ്ക്ക്
കാരണമെന്ന് തിരിച്ചറിഞ്ഞ VK കൃഷ്ണമേനോൻ പിൽക്കാലത്ത് ത്യാഗീശാനന്ദ സ്വാമിജി എന്നറിയപ്പെട്ട ശ്രീരാമകൃഷ്ണദേവ ഭക്തൻ പുറനാട്ടുകര ഗ്രാമത്തിൻ്റെ സർവതോന്മുഖമായ ശ്രേയസ്സിനായി ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച എന്ന സൂക്തത്തെ തപസ്സാക്കി ലോകത്തിന് ജ്ഞാനത്തിൻ്റെയും സേവനത്തിൻ്റെയും മഹാപ്രകാശം ചൊരിയുന്ന ശ്രീരാമകൃഷ്ണ മഠം എന്ന മഹാപ്രസ്ഥാനം 1927 പുറനാട്ടുകരയിൽ സ്ഥാപിച്ചു. മാനവസേവയിലൂടെ മാധവ ദർശനം എന്ന മഹാമന്ത്രത്തിൻ്റെ ഉപാസനാ കേന്ദ്രമായ ശ്രീരാമകൃഷ്ണ മഠവും ഗുരുകുല വിദ്യാമന്ദിരവും പുറനാട്ടുകരയുടെ മാത്രമല്ല പ്രബുദ്ധ കേരളത്തിൻ്റെ തന്നെ സർവതോന്മുഖമായ വളർച്ചയ്ക്കും വികസനത്തിനും ഊർജവും പകർന്നുകൊണ്ട് പടർന്ന് പന്തലിച്ച് ഒരു മഹാകൽപ്പത്തരു പോലെ സർവതും നൽകിക്കൊണ്ട് ദിവ്യപ്രകാശമായി ജ്വലിച്ചു നിൽക്കുന്നു. രണ്ട് നിർധനരായ പെൺകുട്ടികൾ അന്തേവാസികളായി 1927 തന്നെ ആരംഭിച്ച മാതൃമന്ദിരവും 1962 പെൺകുട്ടികൾക്കായി ആരംഭിച്ച വിദ്യാലയവും കാലാനുസൃതമായി വളർന്നു. നവോത്ഥാനത്തിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും പ്രൗഢോജ്വലമായ ശക്തിപീഠമായി ഈ യുഗത്തിലെ സ്ത്രീത്വത്തിൻ്റെ ആദർശമായ മാതൃദേവിയുടെ അനുഗ്രഹം നിർലോഭം ചൊരിഞ്ഞുകൊണ്ട് പ്രശോഭിച്ച് നിലകൊള്ളുന്നു. ടൈപ്പ് റൈറ്റിംഗ് ഉണ്ടായിരുന്ന 1950 കാലഘട്ടത്തിൽ പുറനാട്ടുകരയിലെ കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിനും അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുമായി തയ്യൽ ക്ലാസുകളും ശർക്കയിൽ നൂൽ നൂൽക്കാനും തേനീച്ച വളർത്തലും സൗജന്യ ക്ലാസുകളായി മഠത്തിൽ നടത്തിയിരുന്നു. അത്യാവശ്യം പഠിച്ച പെൺകുട്ടികൾക്ക് ടൈപ്പ് റൈറ്റിംഗും സൗജന്യമായി പഠിപ്പിച്ചു കൊടുത്തിരുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി മഠം അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഉന്നമനത്തിനായി അവർ സ്വയം പര്യാപ്തരാവേണ്ടതിൻ്റെ ആവശ്യകതയും മഠത്തിന് നന്നായി ബോധ്യമുണ്ടായിരുന്നു. ശ്രീ ശാരദാദേവിയുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥം 1954 ചെറിയ കുട്ടികൾക്കായി ആരംഭിച്ച ക്രഷ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ ആദ്യ മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയായ ശ്രീമതി KR ഗൗരിയമ്മയായിരുന്നു. തൊഴിലിന് പോകുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ കുട്ടികളെ ഒരു സുരക്ഷിത ഇടത്ത് ഏൽപ്പിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമായിരുന്നു എന്ന് അന്ന് മഠത്തിലെ അധികാരികൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിലെ പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ശ്രീ ജോൺ മത്തായി ഉദ്ഘാടനം നിർവഹിച്ച മുതിർന്ന സ്ത്രീകൾക്കായുള്ള നെയ്ത്ത് കേന്ദ്രത്തിൻ്റെ ശിലാഫലകരേഖയും പഴയ കെട്ടിടത്തിൻ്റെ ചുമരിൽ കാലത്തിൻ്റെ സാക്ഷിയായി ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മുടെ സ്കൂളാണ്, ശാരദാമഠം. ഈ ശാരദ ഗേൾസ് ഹൈസ്കൂൾ എത്ര വലുതായി. ഇത് ഹയർ സെക്കൻഡറി തുടങ്ങിയപ്പോൾ ഉണ്ടാക്കിയ ബിൽഡിംഗ് ആട്ടോ ഇത്. അതിനു മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല.
ഇതൊക്കെ അതാ. ഇത് ഹെഡ് മിസ്ട്രസ്. ഇത് കുട്ടികൾ വയ്യായിട്ട് നിൽക്കുന്നത് ഇങ്ങനെ പ്രേയറിന്. ഇവിടെ പ്രൈമറി കുട്ടികളുണ്ടാവും, ചെറിയ കുട്ടികൾ. ഇവിടെ അന്ന് 4ാം ക്ലാസ് തൊട്ടേ ഉള്ളൂ, അല്ല 5 തൊട്ട്. പ്രൈമറിയൊക്കെ അവിടെയായിരുന്നു ബോയ്സിൽ. ഞങ്ങൾക്ക് ഇവിടെ കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് 2 ഇല്ലാണ്ടാവില്ല, അപ്പം അത് വേണ്ട വെച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്. മഠവും വിദ്യാലയവും മാതാജിയുടെ തപോവനം. ആ തപോവനത്തിൽ എവിടെയും നിറഞ്ഞ സാന്നിധ്യമായി മാതാജി. കുട്ടികളെ പ്രചോദിപ്പിച്ചുകൊണ്ടും ഭജന പഠിപ്പിച്ചും അവരോടൊപ്പം കളിച്ചും ചിരിച്ചും അവരുടെ കുസൃതികളിൽ പങ്കുചേർന്നും അവരിലേക്ക് ഒരു സ്നേഹപ്പുഴ പോലെ പ്രവഹിച്ചും വേണ്ടതിന് ശാസിച്ചും അവരുടെ സ്വന്തം പ്രവ്രാജിക മുത്തശ്ശി. അധ്യാപകർക്കിടയിൽ സ്നേഹസംവാദം നടത്തിയും സൗഹൃദം പങ്കുവെച്ചും അവരോട് ക്ഷേമാന്വേഷണം നടത്തിയും വിദ്യാലയ വിചാരങ്ങൾ ചർച്ച ചെയ്തും അവരിൽ ഒരാളായി അനുഭവജ്ഞാനത്തിന് മധുരം പകർന്നു നൽകി വലിയൊരു തറവാട്ടിലെ മുതുമുത്തശ്ശിയെപ്പോലെ കൊച്ചുമാതാജി. സാധാരണ പാവപ്പെട്ടൊരു കുടുംബത്തിൽ ജനിച്ച് കുട്ടിക്കാലം മുതലേ ശാരദാമണി ദേവിയുടെയും രാമകൃഷ്ണ പരമഹംസന്റെയും വിവേകാനന്ദ സ്വാമികളുടെയും ആദർശത്തിൽ ആവേശം കൊണ്ട് ചേർന്ന് സാധാരണ നിലയ്ക്ക് തന്നെ വളർന്ന് ഭാരിച്ച ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വളരെ ഭംഗിയായി കൈകാര്യങ്ങൾ ചെയ്യുന്ന ഒരു മാതൃക ശാരദാദേവിയുടെ പോലെ തന്നെ ശാന്തമായ പ്രകൃതത്തിൽ പ്രവർത്തിക്കുന്ന എൻ്റെ മൂത്ത സഹോദരി എന്ന സ്ഥാനമാണ് അവർക്കുള്ളത്. 9 ദശാബ്ദക്കാലം ആർഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മറ്റൊരാൾ ഇന്നില്ല. ഇന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ശാന്ത സ്വഭാവമുള്ള പഴയ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് കൊച്ചുമാതാജി. ഞാനിവിടെ ശാരദാമഠത്തിൽ വന്നത് 1984 ഈ ശാരദാമഠത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊച്ചുമാതാജി മാത്രമാണ്. ഈ മഠത്തിൻ്റെ ഓരോ മൺതരിയും മാതാജിക്ക് വളരെ പ്രിയപ്പെട്ടതുമാണ്. അത് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ അംഗങ്ങളോടും മാതാജിക്ക് വളരെ സ്നേഹമാണ്. അതായത് ഒരു ആശ്രമ ജീവിതത്തിന് പറ്റിയ രീതിയിൽ തന്നെയാണ് മാതാജി ആദ്യകാലം മുതലേ ജീവിച്ചിരുന്നത്. രാമകൃഷ്ണ മഠത്തിലെ മഹാരാജുമാരാണ് മാതാജിയെ വളർത്തിക്കൊണ്ടുവന്നതെന്ന് പല പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മാതാജി നമ്മുടെ ഓൾ ഇൻ ഓൾ എന്നുള്ള രീതിയിലാണ് ശാരദാമഠത്തിൽ അന്ന് മുതൽ ഇന്ന് വരെയും പ്രവർത്തിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ കുറച്ച് വയസ്സായതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും ഓർമ്മശക്തി വളരെ അപാരമാണ്. ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ച് ചെയ്യാനും എല്ലാവരെയും ഒരുപോലെ നോക്കി നടത്താനും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കാനും ഈ 96 വയസ്സിലും മാതാജിക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോഴും മാതാജിക്ക് ആശ്രമം അല്ലെങ്കിൽ ശാരദാമഠം എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനാണ്. ആ ശാരദാമഠത്തിന് വേണ്ടിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ കഠിനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മാതാജി ഞങ്ങൾക്കും വളരെ പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും മാതാജി വലിയ കാര്യമാണ്. കൊച്ചുമാതാജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ കാര്യമാണ്. ശാരദാമഠം ഹോസ്റ്റൽ വിട്ടുപോയാലും ആദ്യം വന്ന് ചോദിക്കുന്നത് കൊച്ചുമാതാജി ഇവിടെ ഇല്ലേ എന്നാണ് ചോദിക്കുക. അതായത് മാതാജി അവരോടൊക്കെ വളരെ സ്നേഹപൂർവ്വമാണ് പെരുമാറിയിരുന്നത്. അതുമാത്രമല്ല, ഇവിടെ നാട്ടിലുള്ള എല്ലാവർക്കും കൊച്ചുമാതാജി എന്ന് പറഞ്ഞ ജീവനാണ്.
ഇപ്പോഴും പല വയസ്സായ ആൾക്കാരും വരും, കൊച്ചുമാരി നല്ല സുഖമായിട്ടിരിക്കണില്ലേ, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കും കൊച്ചുമാരിക്ക് സുഖം തന്നെയല്ലേ എന്നാണ് എല്ലാവരും ആദ്യം ചോദിക്കുക. പിന്നെ സ്കൂള്, ശാരദാ സ്കൂൾ എന്ന് പറഞ്ഞാൽ മാതാജിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. സ്കൂൾ മുതലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് എന്നുള്ളത് കൊണ്ട് സ്കൂളിൻ്റെ കാര്യത്തിലും വളരെ പ്രതിപത്തിയാണ്. അവിടെ എന്ത് പ്രവർത്തനം നടന്നാലും മാതാജി എപ്പോഴും മുൻപിലുണ്ടാവും. നമ്മുടെ ഓരോ വിശേഷങ്ങൾക്കും മാതാജിയാണ് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മാതാജി വ്യക്തിപരമായി പറയുകയാണെങ്കിൽ മാതാജി ഞങ്ങളുടെ ഒരു അമ്മ തന്നെയാണ്. അതായത് എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തമായ തീരുമാനം മാതാജിക്കുണ്ട്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത ആളാണ്. അപ്പോൾ ഒരു നല്ല ജീവിതത്തിൻ്റെ മാതൃകയാണ് മാതാജി. അതെല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു വ്യക്തിത്വവുമാണ്. നല്ല സമൂഹത്തിന് വേണ്ടത് കുട്ടികളാണല്ലോ. ആ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ മാതാജി വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. ജീവിതം വളരെ ലളിതമാണ്, പക്ഷേ ഉയർന്ന തലത്തിലാണ് മാതാജി ജീവിക്കുന്നത്. അതായത് വളർന്നു വരുന്ന തലമുറയ്ക്ക് മാതാജി ഒരു ലളിത ജീവിതം നയിക്കാനും ഉയർന്ന ചിന്താഗതി പുലർത്തി ഒരു നല്ല വ്യക്തികളായി വളരാനും മാതാജി പ്രചോദനം നൽകും. (1968) സെപ്റ്റംബറിൽ ഞാൻ ശാരദാ ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപികയായിട്ട് ചെല്ലുമ്പോൾ അവിടെ 5 സന്യാസിനിമാരാണ് ഉണ്ടായിരുന്നത്. അവരിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വിമല പ്രണാമാതാജിയാണ്. പക്ഷേ ആ പേരിനേക്കാൾ കൂടുതൽ കൊച്ചുമാതാജി എന്ന പേര് പറയുമ്പോഴാണ് എല്ലാവർക്കും അറിയുക. ആ പേര് പറഞ്ഞ പിന്നെ ആർക്കും ഒരു തെറ്റുണ്ടാവില്ല. ഇന്ന് ക്ലാസ് നടക്കുന്ന വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ സ്ഥാനത്ത് അവിടെ ഒരു ഡ്രിൽ ഷെഡ് എന്ന് പറയുന്ന ഒരു ഓടിട്ട വളരെ നീളത്തിലുള്ളൊരു ഷെഡാണ് ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് വെയിലും മഴയൊന്നും കൊള്ളാതെ ഡ്രിൽ പീരീഡ് അവിടെ ചിലവഴിക്കാം. പക്ഷേ പിന്നെ പോരായ വന്നു, ക്ലാസ്സുകൾ കൂടി വന്നപ്പോൾ അവിടം സ്ക്രീൻ കൊണ്ട് മറച്ച് ഒരു 4 ക്ലാസ് മുറികളാക്കി. 5-6 ക്ലാസ്സുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. കൊച്ചുമാതാജി അവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു ഭയഭക്തി ബഹുമാനമാണ് മാതാജിയോട് എനിക്കുണ്ടായിരുന്നത്. എനിക്കും പിന്നെ എന്നോടൊപ്പം 2-3 പേര് വേറെ വന്നവരുണ്ടായിരുന്നു, അവർക്കും ഉണ്ടായിരുന്നത്. മാതാജി അടുത്ത് കാണുന്നത് 3 ജയന്തി സമയങ്ങളിൽ ആരതി കഴിഞ്ഞാൽ അവിടെ പ്രസാദ വിതരണം ഉണ്ടാവും. ആ സമയത്ത് ചെല്ലുമ്പോൾ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ പല വിഭവങ്ങളും പകർന്നു വെച്ചിട്ടുണ്ടാവും. ഞങ്ങളെല്ലാവരും അത് മാതാജി എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. ഞങ്ങൾ വിളമ്പാനായിട്ട് ഓടി ചെല്ലുമ്പോൾ മാതാജിയെ കണ്ട് ശങ്കിച്ച് നിൽക്കും. എടുക്കാമോ, എടുത്താൽ എന്താ പറയുക, മാതാജിക്ക് ഇഷ്ടാവോ, ഇങ്ങനെ ഒരു ശങ്കയാണ്. ആ സമയത്ത് മാതാജി പറയും, എന്താ എല്ലാവരും നോക്കിക്കൊണ്ട് വെക്കണേ, ഒക്കെ വിളമ്പേൻ, വിജയലക്ഷ്മി ഓലനെടുക്കൂ, രാധ അവിയിലെടുക്കൂ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം. എൻ്റെ പേര് മാതാജിക്ക് അറിയോ? ഇങ്ങനെ ഒരിക്കൽ പോലും കണ്ടുണ്ടാവും, സംസാരിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് മാതാജി റിട്ടയർ ചെയ്തു. അപ്പോഴും ഞങ്ങൾ ശാരദാ മന്ദിരത്തിലേക്ക് പോകുമ്പോൾ മാതാജി അവിടെ ഒന്നും കാണില്ല. എന്നും പറമ്പിൽ പണിക്കാരുണ്ടാവും. രാവിലെ പണിക്കാരോടൊപ്പം ഇറങ്ങി പറമ്പിലേക്ക് ഇറങ്ങി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരുച്ചയ്ക്ക് ഭക്ഷണത്തിന് കയറുമ്പോഴേ മാതാജിയും കയറുള്ളൂ. അപ്പോഴാണ് ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുക. ഓരോ പ്രാവശ്യം ചെല്ലും തോറും കൂടുതൽ കൂടുതൽ വാത്സല്യവും സ്നേഹവുമാണ് മാതാജി കാണിച്ചിരുന്നത്. ഇത്രയും ചെറിയ ശരീരത്തിനുള്ളിൽ ഇത്രയും വലിയ മനസ്സ് സൂക്ഷിച്ചു വെച്ച മാതാജിക്ക് പ്രണാമങ്ങൾ. നമ്മുടെ അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഒരു അമ്മൂമ്മയുടെ സ്നേഹവും വാത്സല്യവും നൽകിക്കൊണ്ടിരിക്കുകയാണ് മാതാജി. പ്രത്യേകിച്ച് വീടുകളിൽ പ്രശ്നങ്ങളൊക്കെയുള്ള കുട്ടികൾ, വീടുകളിൽ പോകാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ട്.
അവരോടൊക്കെ ഒരുപാട് സ്നേഹം മാതാജി കാണിക്കും. അവർക്ക് ആ വീട്ടിൽ പോകാനില്ലാത്ത ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ എന്താ പറയുക, ഉള്ളതിനേക്കാൾ സുരക്ഷിതത്വവും സ്നേഹവും വാത്സല്യവും മാതാജി നൽകും. അവരുടെ മുടിയൊക്കെ ചീകി കെട്ടി കൊടുക്കണതൊക്കെ ഞങ്ങൾ വെക്കേഷനിൽ പോകുമ്പോൾ കാണാറുണ്ട്. നമുക്കിപ്പോഴും അവിടെ ചെല്ലുമ്പോൾ മാതാജിയുടെ ആ സ്നേഹവും വാത്സല്യവും അത് എന്താ പറയുക, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടി പോകാനായിട്ട് നമുക്ക് തോന്നുക. മാതാജിമാരുടെയൊക്കെ മുമ്പുണ്ടായിരുന്നവരൊക്കെ പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ കൊച്ചു മാതാജിയുടെ സ്നേഹമാണ് നമ്മളെ അവിടേക്ക് ആകർഷിച്ച് നിർത്തുന്നത്. തൃശ്ശൂർ ശ്രീരാമകൃഷ്ണ മഠവുമായും അതിൻ്റെ ചരിത്രവുമായും ഏറ്റവും ബന്ധമുള്ള ഒരു വ്യക്തിയാണ് മാതാജി. വിവേകാനന്ദ സ്വാമികളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ഭാരതത്തിലെ വനിതകളെ മുഴുവൻ ശാക്തീകരിക്കണം എന്നുള്ളത്. ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി വിവേകാനന്ദ സ്വാമികൾ കണ്ടത് ഇവിടുത്തെ പാവങ്ങളെ ചേർത്ത് നിർത്താനും അതുപോലെ ഇവിടുത്തെ സ്ത്രീകളെ ശാക്തീകരിക്കുവാനും സാധിക്കണം. ഈ ഒരു വലിയ ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് തൃശ്ശൂർ മഠം സ്ഥാപിതമായത്. സന്യാസത്തിൻ്റെ ആ ഒരു വലിയ ലക്ഷ്യം അത് പരമാനന്ദ പ്രാപ്തിയാണ് എന്നാണ് വേദാന്ത ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസര് ആനന്ദ കമ്പോളത്തിലെത്തുക എന്ന് അതിനൊരു നൂതന ഭാഷ്യം നൽകുകയുണ്ടായി. അപ്പോൾ ജീവിതത്തെ ആനന്ദത്തിലേക്ക് പൂരിപ്പിക്കുക എന്നുള്ള ആ ഒരു വലിയ കാര്യത്തിൻ്റെ നേർസാക്ഷ്യമായിട്ട് കൊച്ചു മാതാജി നിലകൊള്ളുന്നു. മാതാജിയോട് ബന്ധപ്പെടുന്ന ആർക്കും അവരുടെ ലാളിത്യവും നിഷ്കളങ്കതയും ഈ അവരനുഭവിക്കുന്ന ആനന്ദവും സന്തോഷവും ഒക്കെ ബോധ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മാതാജിയോട് സംസാരിക്കുവാനും മാതാജിയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും ആയിട്ട് നിരവധി ആളുകൾ വന്നു പോകുന്നുണ്ട്. ഒക്കെ കൂടി നോക്കുമ്പോൾ മാതാജി ഒരു അസാധാരണമായ വ്യക്തിത്വത്തിന് ഉടമയാണ്. സന്യാസ ജീവിതം കൊണ്ട് നേടേണ്ടുന്ന ആ പരമമായ ആനന്ദത്തെ ജീവിതത്തിൽ നുകർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചു മാതാജി ഏവർക്കും ഒരു മാതൃകയായി നിലകൊള്ളുന്നു. മാത്രമല്ല അവർ വലിയ ചരിത്ര സാക്ഷ്യത്തെ നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. മഹാത്മാഗാന്ധി ഇവിടെ തൃശ്ശൂർ ശ്രീരാമകൃഷ്ണ മഠം സന്ദർശിക്കുകയുണ്ടായി. ത്യാഗീശാനന്ദ സ്വാമികളുടെ വലിയ വ്യക്തിത്വത്തിൽ ആകൃഷ്ടനായിട്ടാണ് മഹാത്മാഗാന്ധി ഇവിടെ വരികയുണ്ടായത്. ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിത്വമാണ് കൊച്ചു മാതാജി. ഒരു ചരിത്രപരമായ ദൗത്യം ത്യാഗീശാനന്ദ സ്വാമികൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ സാധിച്ച വലിയൊരു വ്യക്തിത്വമാണ് പ്രവ്രാജിക വിമലപ്രാണ മാതാജി. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഞാനിവിടെ 89 ജോയിൻ ചെയ്ത സമയത്ത് മൃഡായൻ സ്വാമിയായിരുന്നു. ആ മൃഡായൻ സ്വാമിയുടെ ആ സ്നേഹവാത്സല്യം തന്നെയാണ് എനിക്ക് മാതാജിയിൽ നിന്നും ലഭിച്ചത്. ഒരു 35 വർഷത്തോളം മാതാജിയെ എനിക്ക് പരിചയമുണ്ട്. മാതാജിയെ പരിചയപ്പെട്ടവർ പലരും പറയും, മാതാജിയുടെ അടുത്ത് ശ്രീ ശാരദാമഠത്തിൽ പോയി കഴിഞ്ഞാൽ മാതാജി കൊടുക്കുന്ന ആ പ്രസാദവും അതേപോലെ സ്നേഹവാത്സല്യങ്ങളും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ്. ശ്രീരാമകൃഷ്ണൻ പറയാറുണ്ട്, ഈ സരള ഹൃദയന്മാർക്ക് ഈശ്വരനെ എളുപ്പത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അപ്പം മാതാജിയും അതേപോലെ ഒരു സരള ഹൃദയമാണ്, കുട്ടികളുടെ സ്വഭാവമാണ്. പരിചയപ്പെടുന്നവരൊക്കെ പറയാറുണ്ട്. മാതാജിയെക്കുറിച്ചിട്ട് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല.
ആധുനിക കാലത്ത് ആദിപരാശക്തിയുടെ അമൃതസ്വരൂപിയായ ശ്രീ ശാരദാദേവിയുടെ ചൈതന്യം പ്രസരിക്കുന്ന മാതൃമന്ദിരവും ശ്രീ ശാരദാ വിദ്യാലയവും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സവിശേഷ സ്രോതസ്സായി എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് അതിൻ്റെ അർത്ഥപൂർണമായ സാക്ഷാത്കാരത്തിനായി അവിശ്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ തൊണ്ട വരളുമ്പോൾ മഴയായി പൊഴിയുവാൻ ആകാശത്തെത്തുന്ന മേഘം പോലെ മാതാജി തൻ്റെ അരികിലെത്തുന്ന സകലർക്കും സാന്ത്വനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൽപ്പത്തരുവായി തൻ്റെ മുന്നിലെത്തുന്ന ഏതൊരാളിലും ഭഗവാന്റെ ചൈതന്യം തന്നെ എന്ന ഉത്തമ ബോധ്യത്തിൽ അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ഭഗവാൻ അർപ്പിക്കുന്ന പൂജയായി കരുതി സന്തോഷത്തോടെ നിർവഹിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് എന്ന പരമഹംസ വചനാമൃതത്തെ സമർപ്പിത ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുന്ന മാതാജിയുടെ പുണ്യജീവിതം വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി ഒരു വഴിവിളക്കായി പ്രകാശിക്കുന്നു. 1000 പൗർണമിയുടെ ആത്മപ്രകാശം ആവാഹിച്ച ആ ലളിത ജീവിതത്തിൻ്റെ പുണ്യപ്രകാശം നമ്മുടെ വഴികളിലും വെളിച്ചമാകട്ടെ. കൊച്ചു മാതാജിക്ക് പ്രണാമം. താങ്ക് യു. അനന്ത രൂപിണി അനന്ത ഗുണവതി അനന്ത നാമിനി ഗിരിജേ മാം. അനന്ത രൂപിണി അനന്ത ഗുണവതി അനന്ത നാമിനി ഗിരിജേ മാം ഗിരിജേ മാം. ശിവഹൃന്മോഹിനി വിശ്വവിലാസിനി ശിവഹൃന്മോഹിനി വിശ്വവിലാസിനി രാമകൃഷ്ണ ജയദായിനി മാം. രാമകൃഷ്ണ ജയദായിനി മാം. അനന്ത രൂപിണി അനന്ത ഗുണവതി അനന്ത നാമിനി ഗിരിജേ മാം